ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് തന്നെ ഞാനൊരു പേഴ്സണൽ സെഷൻ എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള എത്ര പേരുണ്ട്. നമുക്കിപ്പോൾ ചെറുപ്പം തൊട്ടേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. അതിന് ഗ്രേറ്റ്ഫുൾ ആവുന്നതിന് പകരം കംപ്ലൈൻറ്റ്സ് പറയുന്നവരാണോ നിങ്ങൾ? എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അവരെ പോലെ ആയത്, ഈ ബാഡ് ഹാബിറ്റ്സിലോട്ട് പോയത്. എനിക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എൻ്റെ ലൈഫ് ക്വാളിറ്റി ഉള്ളതാവുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിലും നല്ലൊരു പാർട്ട്ണർ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പാർട്ട്ണർ എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്. ഇങ്ങനെയൊക്കെ നിരന്തരം കംപ്ലൈൻറ്റ്സ് പറയാറുണ്ടോ? ഇനി കംപ്ലൈൻറ്റ്സ് ഇല്ലാതെ അതൊന്ന് ഗ്രാറ്റിറ്റ്യൂഡിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി. നമ്മളിപ്പോൾ പറയുന്ന കംപ്ലൈൻറ്റ്സ്, സെയിം കംപ്ലൈൻറ്റ്സ്, അത് താങ്ക് യു, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫാമിലി, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് എ വണ്ടർഫുൾ പാർട്ട്ണർ, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ജോബ്. ആ രീതിയിലോട്ട് നിങ്ങൾക്കിപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതിന് എക്സാമ്പിളാണ് ഞാൻ എപ്പോഴാണോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് എൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ മാറാൻ തുടങ്ങും, നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ ചേഞ്ച് ആവാൻ തുടങ്ങും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും ചേഞ്ച് വരാൻ തുടങ്ങും, കുറച്ചുകൂടെ ക്വാളിറ്റി വരാൻ തുടങ്ങും. നമ്മളുടെ ക്യാരക്ടറിലാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും. അതിലുപരി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിലെ DNA തന്നെ ചേഞ്ച് ചെയ്യും എന്നുള്ളത് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നുണ്ട്, നമ്മൾ സിക്കായിരിക്കുന്ന സമയത്ത്, വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് ഗ്രേറ്റ്ഫുൾ ആവുക, നമ്മൾക്കുള്ള ഓർഗൻസിന് ഗ്രേറ്റ്ഫുൾ ആവുക. ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്നാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആങ്സൈറ്റി, ടെൻഷൻ, സ്ട്രെസ്, കംപ്ലൈൻറ്റ്സ് പറയുന്നു, ജഡ്ജ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരെ കുറ്റം പറയുന്നു, ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു, സൊസൈറ്റിനെ കുറ്റം പറയുന്നു, അവരെ ഇവരെ ഒക്കെ നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലേ. ആ ഒരു ടൈമിൽ നമ്മൾ വളരെ വെരി ലോ വൈബ്രേഷനിലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത്, ലോ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിലാണ് കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ, സ്ട്രെസ് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നത്. ഈ സ്ട്രെസ് കെമിക്കൽസ് ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാവും, ഡിസീസ് കോസ് ചെയ്യുന്നു. അപ്പം ഇത്രയും കെമിക്കൽ സ്ട്രക്ചറിൽ നമ്മളെ ബോഡിയിൽ മാറ്റം വരുത്തുന്നു ഇങ്ങനെയുള്ള ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സാധാരണക്കാര് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നന്ദിയുള്ളവളായിരിക്കുക, നന്ദിയുള്ളവനായിരിക്കുക. എല്ലാ ഹോളി ബുക്സിലും പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സയൻസോ അത് എങ്ങനെയാണ് നമ്മളെ ലൈഫിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ആരും സംസാരിച്ചിട്ടില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതിനെപ്പറ്റി നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലോട്ട് എത്തുമ്പോൾ ആൾക്കാർക്ക് അതിനോടുള്ള നോളജ് ഭയങ്കര കുറവാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, ഞാനിപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ, അല്ലേ, അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ക്രിഞ്ച് ഫീൽ വരും. ഇതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആവാന്ന് പറയുന്നത് എന്തോ ഒരു ഷെയിം പോലെയൊക്കെ ഉള്ളിൽ ഫീൽ ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരൊക്കെ എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ്. ജസ്റ്റ് ചെറിയ കാര്യത്തിന് പോലും താങ്ക് യു പറയും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കേരളത്തിൽ എത്ര പേര് താങ്ക് യു എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്? ഡേ ടു ഡേ ബേസിസിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുന്നതാണെങ്കിൽ എല്ലാവരും ഈഗോയിസ്റ്റിക് ആയിട്ട് എല്ലാവരും ദേഷ്യം, സ്ട്രെസ്, ആ ഒരു ഫീലിലാണ് എല്ലാവരുടെ ലൈഫ് ഉള്ളത്. ആരും
ആ പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാതെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എൻ്റെ ലൈഫ് ഉണ്ടാവുക, എൻ്റെ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ തീർക്കും, എൻ്റെ മോളെ ഞാൻ അങ്ങനെയുള്ള ഒരുപാട് ഫ്യൂച്ചറിലേക്കുള്ള തോട്ട്സിലോട്ടാണ് വരുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹാബിറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഉള്ളൊരു ഹാബിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം മതി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനുള്ള ഗോൾഡൻ കീ ആക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന ചില കുട്ടികൾ പറയും, മാം എനിക്കത് മാനിഫെസ്റ്റ് ചെയ്യണം, കാറ് മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്ക് ഇന്ന കാര്യം, എനിക്ക് ട്രിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം. പക്ഷെ മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ്, ആങ്സൈറ്റി, ടെൻഷൻ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം നമ്മളുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യണം, അതുപോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസിയിൽ എപ്പോഴും വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ മാഗ്നറ്റിക് പവർ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണിത്. തോട്ട്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ചാർജും ഇമോഷൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ചാർജുമാണ്. അപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള ഓറ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഈ ലോ വൈബ്രേഷനിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുള്ളത് എന്തൊക്കെയാണ്? സ്ട്രെസ്സാണ്, ഗിൽറ്റ് ഫീലിംഗ് ആണ്, റിഗ്രറ്റ് ഫീലിംഗ് ആണ്, ലേസിനെസ് ആണ്, ലോ പ്രൊഡക്റ്റീവ് ആണ്, ലോ മോട്ടിവേറ്റഡ് ആണ്, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷനിലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇമോഷൻസ് തരുന്ന ആൾക്കാരായിരിക്കും വരിക. നമ്മൾ വീണ്ടും വീണ്ടും ഡൗൺ ആക്കാനുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക, അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നമ്മൾ അങ്ങനെ കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ആണ്. ഫസ്റ്റ് ലോ എന്താ? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് വൈബ്രേഷൻ ആണ്. നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാനിഫെസ്റ്റേഷന്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മളെ കൂടുതൽ എത്തിക്കാനും നമുക്ക് വേണ്ട ലൈഫ് നമ്മളിലേക്ക് വരാനുമുള്ള ഏറ്റവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോൾഡൻ കീ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 540 ഹെർട്സ് ആണ്. അപ്പം അത്രയും ഹൈ വൈബ്രേഷൻ ആണ്. ഇപ്പം നമ്മളൊരു ഗിൽറ്റ് ഫീലിംഗിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്, വെരി ലോ വൈബ്രേഷനിലുള്ള ആളാണെങ്കിൽ, അല്ലെ ടെൻഷൻ, സ്ട്രെസ് ഇതിലൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബിലോ 20 ആണ്. ബിലോ 20യിൽ നിൽക്കുന്ന ഒരാൾക്ക് ആളുടെ ലോൺ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യാനോ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാനോ കഴിയില്ല. മിനിമം 300 ഫ്രീക്വൻസിയിലെങ്കിലും വൈബ്രേറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ വേണ്ട മസാല എന്താ? നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെ വീട്ടിലെ ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ ഓഫീസിലുള്ള കാര്യമാണെങ്കിലും, അല്ലെ പേരന്റിങ് ആണെങ്കിലും, എന്താണെങ്കിലും ആ ചെയ്യുന്നതിൽ നമുക്ക് അത് കറക്റ്റ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിലൊരു മസാല വേണം. എന്താണത്? യെസ്, ഹാപ്പിനെസ്. ഹാപ്പി ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിനോടൊരു താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പാഷൻ ഫോളോ ചെയ്യൂ എന്നുള്ളത് ആൾക്കാർ പറയുന്നത്. പാഷൻ എന്ന് പറയുന്നത് വർക്ക് പ്ലസ് ഹാപ്പിനെസ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടം ഹാപ്പിനെസ്സും കൂടെ ഉള്ള കാര്യമാണ്. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയും ചെയ്യും, അല്ലെ? എഫേർട്ട്ലെസ് ആവും. അപ്പം ബാക്കി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പം അത് എത്ര ചെറുതാണെങ്കിലും നമുക്ക് എന്തോ പാറക്കല്ലെടുത്ത് വെക്കുന്ന പോലെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഓഫ് വിഷൻ, നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം, ഞാൻ എന്താണ് അടുത്ത 1 മന്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടുത്ത 6 മന്ത്സ് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്, അടുത്ത 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള ക്ലിയർ വിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗോൾസ്, ലൈഫിൽ ഇന്ന ഗോൾസ് എനിക്ക് വേണം എന്നുള്ള ഡിസയർ, ആഗ്രഹിച്ചു തുടങ്ങും നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കൊന്നും ആഗ്രഹിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തിനോ ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്, അല്ലെ? ഡിമോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ന്യൂസും അങ്ങനത്തെയാണ്. നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവാണ്. അപ്പൊ അത് നിങ്ങൾ നല്ല രീതിയിൽ അത് നിങ്ങളെ ലൈഫിനെ അത് ബാധിക്കും.
അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളൊരു 3 months എങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ലൈഫിലൊരു ക്ലാരിറ്റി വരും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഏറ്റവും ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടും. നിങ്ങൾക്കറിയാം, നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരാളുടെ അവസ്ഥ അറിയാം. ആൾക്കൊരിക്കലും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അവരുടെ ബ്രെയിൻ ഭയങ്കര ലോ രീതിയിലാണ് വർക്ക് ചെയ്യുക. നമുക്ക് ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ഓർഗൻസും പ്രീ മെച്ചുവേർഡ് ആവും. നമുക്ക് ഏജ് കുറവാണെങ്കിൽ നമ്മൾ ഓരോ ഓർഗൻസും പ്രീ മെച്ചുവേർഡ് ആവും ഉറക്കമില്ലാത്ത അവസ്ഥയിൽ. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി സ്ലീപ്പ് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫിനെ പറ്റി ക്ലാരിറ്റി കിട്ടും, കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ ബെറ്റർ ആവും. ആൾക്കാരോട് പെരുമാറുന്ന രീതിയാണെങ്കിലും എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു മായാത്തൊരു ചിരി ഉണ്ടാവും, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അത് നിങ്ങളോട് വന്ന് ഇടപഴകുന്ന ആൾക്കാരിലേക്കും നിങ്ങൾക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു പോസിറ്റിവിറ്റി അവർക്കും ഫീൽ ചെയ്യും. പിന്നെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും ആ പ്രോബ്ലംസിൽ നിങ്ങൾ ഡൗൺ ആവാതെ അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും. ഇന്നിങ്ങനെ നടന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നിങ്ങനെയാണെന്ന് വെച്ചിട്ട് നാളെ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇന്ന് എനിക്ക് ട്രെയിൻ മിസ്സായത് എൻ്റെ ലൈഫിൽ എന്തോ എനിക്ക് ഏറ്റവും ചേഞ്ച് വരാനുള്ള ആരെയോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ആരെയോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇന്ന് ട്രെയിൻ മിസ്സായിട്ടുണ്ടാവുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ മോശമായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പം അതിൽ ദേഷ്യപ്പെടാതെ, അതിൽ ഡൗൺ ആവാതെ, അതിലൊക്കെ നിങ്ങൾക്ക് നല്ലത് കാണാൻ പറ്റും. പിന്നെ നോർമലി ആൾക്കാരുടെ നെഗറ്റീവ് സൈഡ് കാണുന്നതിന് പകരം ആൾക്കാരുടെ പോസിറ്റീവ് സൈഡ് കണ്ടു തുടങ്ങും. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരാളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബെറ്റർ ആവാൻ തുടങ്ങും. കരിയറിലും അത് പ്രകടമായിട്ട് കാണും. സോറി, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വീണ്ടും വീണ്ടും ഗ്രേറ്റ്ഫുൾ ആവാനുള്ള സിറ്റുവേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുക. കരിയറിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ക്വാളിറ്റി ആയിട്ടുള്ള ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഡേ തന്നെ പ്ലാൻ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തിൽ വളരെ ഇത് പിന്നെ ഗുണം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെയിലി ആ ഒരു ഭാഗത്തിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അവയവത്തിന്, ആ ഒരു ഓർഗന്, ഹാർട്ടിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്, ഓരോ ബോഡി പാർട്സും ബോഡി സെൽസും പോസിറ്റീവ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാർട്ടിലേക്ക് ഹാപ്പി കെമിക്കൽസ് അല്ലെങ്കിൽ ഹീലിംഗ് കെമിക്കൽസ് റിലീസ് ആവും. കാരണം അത് പ്രൂവൺ ആണ്. എൻ്റെ സ്റ്റുഡൻസിൽ തന്നെ ഞാൻ കണ്ടതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ ഞാൻ വായിച്ചതോ കേട്ടതോ കണ്ടതോ ഒന്നുമല്ല, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതും എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹാർട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള 4 ബ്ലോക്കുള്ള ഒരാളുണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റായിരുന്നു. അപ്പോൾ ആൾക്ക് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് ആള് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത് ഇതാണ്, മെഡിസിനിൽ ക്യൂർ ആവും, സർജറി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഹെൽത്ത് ചലഞ്ചസ് ഉള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, എത്ര പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ഹെൽത്ത് മാറ്റം വരുത്താനും റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനും കരിയറിനാണെങ്കിലും ഒക്കെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും
പിന്നെ പെട്ടെന്ന് തന്നെ നാളെ ചെയ്യാമല്ല പിന്നെ ചെയ്യാമെന്ന് വെക്കാതെ ഈ വീഡിയോ കണ്ട് തീരുന്ന മൊമെന്റ് തൊട്ട് തന്നെ നിങ്ങൾ മനസ്സിലാണെങ്കിലും ഉറക്കെയാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു.